ഗൾഫ് മേഖലയിലെ അമേരിക്കൻ സേനാ താവളങ്ങൾക്ക് ഇറാന്റെ ആക്രമണം തുടരുന്നതിനിടെ പ്രതിരോധ തന്ത്രം മാറ്റിയിരിക്കുന്നു ഖത്തർ. ഇനി ഖത്തർ ക്ഷമിക്കൂല. ഗൾഫ് കടലിന് മുകളിൽ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നു. മിസൈൽ ആക്രമണം ചെറുക്കാനാണ് ഇപ്പോൾ നീക്കം. ഷൈകുമാർ ഖത്തർ തന്ത്രം മാറ്റിയിരിക്കുന്നു. ഇനി അടിക്ക് തിരിച്ചടി. ഇനി വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം മിസൈലിനെയോ ഡ്രോണുകളെയോ ചെറുക്കാനല്ല, പകരം നേരിട്ട് മിസൈലുകളെ ആകാശത്ത് വെച്ച് തകർക്കാനും പ്രത്യാക്രമണത്തിനും ഖത്തർ തയ്യാറെടുക്കുന്നു എന്ന വിവരമാണോ പുറത്തുവരുന്നത് സൈകുമാർ? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ ഒരു പ്രത്യാക്രമണത്തിന്റെ സൂചന നൽകിയില്ല എങ്കിൽ പോലും പ്രതിരോധ മേഖല കടുപ്പിക്കുകയാണ് ഖത്തർ എന്ന് പറയേണ്ടി വരും. അതായത് നേരത്തെ ഖത്തറിന്റെ നഗരത്തിന് മുകളിലേക്ക് എത്തുന്ന സമയത്താണ് ഇത് അവരുടെ വാർ ഡിഫൻസ് സിസ്റ്റം ഇത് പ്രതിരോധിച്ചിരുന്നത്. പക്ഷേ ഇതിന്റെ മിസൈലിന്റെ അവശിഷ്ടങ്ങളൊക്കെ വീണ് പലതരത്തിലുള്ള പരിക്കുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഖത്തറിന്റെ അതിർത്തി കടക്കുമ്പോൾ തന്നെ ഗൾഫ് കടലിന് മുകളിൽ ഇത് പ്രതിരോധിച്ച് തകർക്കുക എന്ന പുതിയ ഒരു പ്രതിരോധ തന്ത്രത്തിലേക്ക് ഖത്തർ മാറുകയാണ്. ആ രീതിയിൽ അവിടെ യുദ്ധവിമാനങ്ങളടക്കം ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അന്തർദേശീയ മാധ്യമങ്ങളടക്കം നൽകുന്നത്. ഗൾഫ് സമുദ്രത്തിന് മുകളിലൂടെ തന്നെ ഇറാന്റെയോ മറ്റേതെങ്കിലും മിസൈലുകൾ വരുന്നത് കണ്ടാൽ അവിടെ വെച്ച് തന്നെ അത് വെടിവെച്ച് വീഴ്ത്തുന്നതിന് ആവശ്യമുള്ള യുദ്ധവിമാനങ്ങൾ ഇതിനോടകം ആ മേഖലകളിൽ വിന്യസിച്ചിട്ടുണ്ട്. എന്തായാലും ഖത്തറിനെ സംബന്ധിച്ച് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത് കഴിഞ്ഞ മണിക്കൂറുകളായി ഏകദേശം 10 മണിക്കൂറായി ഖത്തറിലേക്ക് നിലവിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഒരു അറ്റാക്ക് ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതും പ്രധാനമാണ്. അതും നമ്മൾ ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ്. ഡോക്ടർ അരുൺകുമാർ സൈകുമാറാണ് ചേർന്നത്.